എല്ലാവർക്കും നമസ്കാരം. PSCയുടെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ക്ലാസ് കാണാത്തവർ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് കാണാം, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒളിമ്പിക്സും ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ച വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1927. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1927. അപ്പോൾ ഒരു അസോസിയേഷൻ ആകുമ്പോൾ അതിനൊരു പ്രസിഡന്റ് ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ സർ ദൊറാബ്ജി ടാറ്റയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ്. അതൊന്ന് ഓർത്തിരിക്കുക. നിലവിലെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ PT ഉഷയാണ്. PT ഉഷയാണ് ഈ സ്ഥാനത്ത് എത്തുന്ന ആദ്യത്തെ വനിതയും. ഓക്കെ, PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വനിത. PT ഉഷയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഇന്ത്യ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇന്ത്യ ആദ്യമായി ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് 1900-ലാണ്. 1900-ലെ പാരീസ് ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്ന ഒളിമ്പിക്സ് 1900-ലെ പാരീസ് ഒളിമ്പിക്സ് ആണ്. ആ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യ മെഡൽ ലഭിക്കുന്നത് 1900-ലെ പാരീസ് ഒളിമ്പിക്സിലാണ്. മെഡൽ കരസ്ഥമാക്കുന്നത് നോർമൻ പ്രിച്ചാർഡ് എന്ന് പറഞ്ഞ ആളാണ് മെഡൽ കരസ്ഥമാക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക്സ് ആണ് 1900-ലെ പാരീസ് ഒളിമ്പിക്സ്. ആ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ ലഭിക്കുന്നുണ്ട്. ആ മെഡലിന് അർഹനായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നോർമൻ പ്രിച്ചാർഡ് ആണ്. ഏതൊക്കെ ഐറ്റത്തിനാണ് മെഡൽ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ 200 മീറ്റർ ഹഡിൽസും 200 മീറ്റർ ഓട്ടത്തിനും 2 സിൽവർ മെഡലുകളാണ് ലഭിക്കുന്നത്. 2 വെള്ളി മെഡലുകളാണ് 1900-ൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇനി ഇന്ത്യ ഒരു ടീമായിട്ട് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1920-ലെ ആൻഡ്വർക്ക് ഒളിമ്പിക്സിലാണ് ഇന്ത്യ ഒരു ടീമായിട്ട് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി 1928-ലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് 1928-ലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ വെച്ചാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്. ഇന്ത്യക്ക് ആദ്യമായി സ്വർണ്ണ മെഡൽ ലഭിക്കുന്ന ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ 1928-ലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആണ്. ഏത് കാറ്റഗറിയിലാണ്, ഏത് മത്സരത്തിനാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഹോക്കിക്ക്. ഇന്ത്യക്ക് ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് ഹോക്കിക്കാണ്. ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ജയ്പാൽ സിംഗ് ആണ്. ജയ്പാൽ സിംഗ് ലീഡ് ചെയ്ത ഹോക്കി ടീമാണ് 1928-ലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ വെച്ച് ആദ്യമായി ഇന്ത്യക്ക് ഒരു സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ടിരുന്നത്. ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അവിടെയുള്ള ഒരു ചോദ്യമാണ്, ഹോക്കിക്ക് എത്ര തവണ സ്വർണം ലഭിച്ചു എന്ന് ചോദിച്ചാൽ 8 തവണ ഇന്ത്യക്ക് ഹോക്കിക്ക് സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിൽ 8 തവണ സ്വർണം നേടിക്കൊടുത്ത ഒരു ഐറ്റമാണ് ഹോക്കി. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1928, 4 വർഷത്തിന് ശേഷം 1932, പിന്നെ ഒരു 4 വർഷത്തിന് ശേഷം 1936, പിന്നെ ലഭിക്കുന്നത് 1948-ലും 52-ലുമാണ്, പിന്നെ ലഭിക്കുന്നത് 56-ലാണ്, പിന്നെ ലഭിക്കുന്നത് 1964-ലാണ്, ഏറ്റവും അവസാനമായി ലഭിക്കുന്നത് 1980-ലാണ്. 1980-ലെ മോസ്കോ ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ഇന്ത്യക്ക് ഹോക്കിയിൽ അവസാനമായിട്ട് സ്വർണം ലഭിക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു വ്യക്തിഗത മെഡൽ നേടിയത് ആരാന്ന് ചോദിച്ചാൽ JD ജാദവ്. സ്വതന്ത്ര ഇന്ത്യക്ക്, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒളിമ്പിക്സുകളിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു വ്യക്തിഗത മെഡൽ നേടിക്കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാല് JD ജാദവ് ആണ്. അതായത് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യ വ്യക്തിഗത മെഡൽ നേടിയത് ആര്? JD ജാദവ്. ഏത് ഐറ്റത്തിനാണ് മെഡൽ നേടിയതെന്ന് ചോദിച്ചാൽ ഗുസ്തി. ഏത് ഒളിമ്പിക്സിൽ വെച്ചാണ് നേടിയതെന്ന് ചോദിച്ചാലോ 1952-ലെ ഹെൽസിങ്കി ഒളിമ്പിക്സിൽ വെച്ചാണ് സ്വതന്ത്ര ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു വ്യക്തിഗത മെഡൽ ലഭിക്കുന്നത്. അത് നേടിക്കൊടുത്തത് JD ജാദവ് ആണ്. വർഷം 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ്. ഇത്രയും കാര്യം ഓർത്തു വെക്കാം. ഇനി വ്യക്തിഗത ഇനത്തിൽ ആദ്യമായിട്ട് സ്വർണം ലഭിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2008-ലാണ്. ഒരു
ഇന്ത്യക്കാരന് വ്യക്തിഗത ഇനത്തിൽ സ്വർണം ലഭിക്കുന്നത്? അത് അഭിനവ് ബിന്ദ്രക്ക. അഭിനവ് ബിന്ദ്രയുടെ ഐറ്റം ഏതാന്ന് ചോദിച്ചാല് 10 മീറ്റർ റൈഫിൾ ഷൂട്ടിംഗ് ആണ്. എയർ റൈഫിൾ ഷൂട്ടിംഗ് ആണ് അഭിനവ് ബിന്ദ്രയുടെ ഐറ്റം. 2008 ഇന്ത്യക്ക് ഒരു വ്യക്തിഗത സ്വർണം, ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം ലഭിക്കുന്നത് അഭിനവ് ബിന്ദ്രക്കാണ് അത് ലഭിക്കുന്നത്. അഭിനവ് ബിന്ദ്രയാണ് വ്യക്തിഗത സ്വർണം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അഭിനവ് ബിന്ദ്രയുടെ ഐറ്റം ഏതാന്ന് ചോദിച്ചാൽ, ഏത് ഇനത്തിലാണ് സ്വർണം ലഭിച്ചത് എന്ന് ചോദിച്ചാല് 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ, 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സ്വർണം ലഭിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ, ഇതിവിടെ വ്യക്തിഗത സ്വർണം, ഒളിമ്പിക്സിൽ സ്വർണം ലഭിക്കുന്നതാണ്. ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം ലഭിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാൽ, അത്ലറ്റിക്സിന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നീരവ് ചോപ്രയ്ക്കാണ് സ്വർണം ലഭിക്കുന്നത്. ഒളിമ്പിക് അത്ലറ്റിക്സിൽ ആദ്യമായിട്ട് സ്വർണം ലഭിക്കുന്ന ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ ആരാന്ന് ചോദിച്ചാൽ അത് നീരവ് ചോപ്രയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ്, 2020 എന്ന് പറയുന്നതാണ് 2021 നടന്നത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് നീരവ് ചോപ്രയ്ക്ക് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഇനത്തിൽ സ്വർണം ലഭിക്കുന്നത്. ഏത് ഇനത്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ജാവലിൻ ത്രോക്കാണ് നീരവ് ചോപ്രയ്ക്ക് സ്വർണം ലഭിക്കുന്നത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ. ഇനി നീരവ് ചോപ്ര എറിഞ്ഞ ജാവലിൻ സഞ്ചരിച്ച ദൂരം, ട്രാവൽ ചെയ്ത ദൂരം എത്രയാന്ന് ചോദിച്ചാല് 87.58 മീറ്റർ. 87.58 മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ആ ജാവലിൻ എറിഞ്ഞ സമയത്ത് 87.58 മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഈ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ടെന്നീസിൽ ആദ്യമായിട്ട് വെങ്കലം നേടിയത് എപ്പോഴാന്ന് ചോദിച്ചാല്, ആരാണെന്ന് ചോദിച്ചാല്, ഇന്ത്യക്ക് ടെന്നീസിൽ ആദ്യമായിട്ട് ഒരു വെങ്കല മെഡൽ നേടിക്കൊടുത്ത ആരാന്ന് ചോദിച്ചാൽ ലിയാണ്ടർ പേസ് ആണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു വെങ്കല മെഡൽ, ടെന്നീസിൽ ഒരു വെങ്കല മെഡൽ നേടിക്കൊടുക്കുന്നത്. ആ വർഷം 1996 അറ്റ്ലാന്റിക് ഒളിമ്പിക്സിലാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു വെങ്കല മെഡൽ, ടെന്നീസിൽ ഒരു വെങ്കല മെഡൽ നേടിത്തരുന്നത് അത് ലിയാണ്ടർ പേസ് ആണ്. വർഷം 1996. ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് വ്യക്തിഗത ഇനത്തിൽ ആദ്യ വെള്ളി മെഡൽ നേടിയത് ആരാന്ന് ചോദിച്ചാല് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. ഷൂട്ടിങ്ങിനാണ് മെഡൽ നേടുന്നത്. വെള്ളി മെഡൽ ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടിയ ഒരു ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ, വ്യക്തിഗത ഇനത്തിൽ വെള്ളി മെഡൽ ലഭിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. വർഷം 2004 ഏതൻസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന് ഷൂട്ടിങ്ങിൽ വെള്ളി മെഡൽ ലഭിക്കുന്നത്. ഓക്കെ. ഇനി മെഡൽ നേടിയ ആദ്യ വനിത ആരാന്ന് ചോദിച്ചാല് അത് കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരിക്ക് വെങ്കല മെഡലാണ് ലഭിക്കുന്നത്. വെങ്കല മെഡല് 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് വെങ്കല മെഡൽ ലഭിക്കുന്നത്. 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഇന്ത്യൻ വനിത ഒരു മെഡൽ സ്വന്തമാക്കുന്നത്. അത് കർണം മല്ലേശ്വരിയാണ്. ഇനി ഏത് ഐറ്റത്തിനാണെന്ന് ചോദിച്ചാൽ വെയിറ്റ് ലിഫ്റ്റിംഗിനാണ്. ഭാരോദ്വഹനത്തിനാണ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗിനാണ് കർണം മല്ലേശ്വരിക്ക് ആദ്യമായിട്ട് ഒരു വെങ്കല മെഡൽ, ഒരു ഇന്ത്യൻ വനിതയ്ക്ക് വ്യക്തിഗത ഇനത്തിൽ ആദ്യമായിട്ട് ഒരു വെങ്കല മെഡൽ ലഭിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത കേസിൽ പോകുന്ന വ്യക്തിഗത ഇനത്തിൽ വെള്ളി മെഡൽ ലഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് PV സിന്ധു ആണ്. ആദ്യമായിട്ട് വെള്ളി മെഡൽ ലഭിച്ച വനിത ആരാന്ന് ചോദിച്ചാൽ അത് PV സിന്ധു ആണ്. ആദ്യമായിട്ട് മെഡൽ ലഭിച്ച വനിത ആരാന്ന് ചോദിച്ചാൽ കർണം മല്ലേശ്വരി. ആദ്യമായിട്ട് വെങ്കല മെഡൽ ലഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതും കർണം മല്ലേശ്വരി. ആദ്യമായിട്ട് വെള്ളി മെഡൽ ലഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് PV സിന്ധുവിനാണ് ആദ്യമായിട്ട് വെള്ളി മെഡൽ ലഭിക്കുന്നത്. 2016 റിയോ ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് PV സിന്ധുവിന് വെള്ളി മെഡൽ ലഭിക്കുന്നത്. PV സിന്ധുവിന്റെ ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാഡ്മിന്റൺ ആണ്. ആ ബാഡ്മിന്റൺ എന്ന് പറയുന്ന സമയത്ത് ബാഡ്മിന്റണിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ വനിതയും PV സിന്ധുവാണ്. ബാഡ്മിന്റണിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ വനിതയും PV സിന്ധുവാണ്. ഇനി നമ്മൾ 2020 ടോക്കിയോ ഒളിമ്പിക്സ് വളരെ പെട്ടെന്ന് ഒന്ന് നോക്കിയാൽ 2020 ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത് 2021 2020 ടോക്കിയോ ഒളിമ്പിക്സ് 2021 നടന്നത്.
ആ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയും ചോദിച്ചാൽ 48ാമത്തെ സ്ഥാനമാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകളുടെ എണ്ണം 7ആണ്. 7 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അതിൽ 1 ഗോൾഡ്, 2 സിൽവർ, 4 ബ്രോൺസ്, 4 വെങ്കല മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2016 ഇന്ത്യയുടെ സ്ഥാനം 67ആണ്. 2020 ആകുന്ന സമയത്തേക്ക് അത് 48ആയിട്ട് കുറഞ്ഞു. 2016 റിയോ ഒളിമ്പിക്സിൽ 67ാമത്തെ സ്ഥാനം. 2 മെഡലുകളാണ് ലഭിച്ചത്, സിൽവർ മെഡലും 1 വെങ്കല മെഡലും. 1 സിൽവറും 1 വെങ്കലവും. ഓക്കെ, 2020 ആകുമ്പോൾ 7 മെഡല്, 1 ഗോൾഡ്, 2 സിൽവർ, 4 ബ്രോൺസ്. ഇനി ആർക്കൊക്കെയാണ് മെഡലുകൾ ലഭിച്ചതെന്ന് നോക്കിയാല് നീരജ് ചോപ്രയ്ക്കാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. ഗോൾഡ് ലഭിച്ചത് നീരജ് ചോപ്രയ്ക്കാണ്. സ്വർണ്ണ മെഡൽ ജാവലിൻ ത്രോ ആണ്. ജാവലിൻ ത്രോയ്ക്ക് 2020 സ്വർണം ലഭിച്ചത് നീരജ് ചോപ്രയ്ക്കാണ്. ഒരേ ഒരു സ്വർണമാണ് ഇന്ത്യക്ക് ലഭിച്ചത്, അത് നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോ. ഓക്കെ, ഇനി മീരാബായ് ചാനുവിന് വെയിറ്റ് ലിഫ്റ്റിംഗിൽ ഭാരോദ്വഹനത്തിന് വെള്ളി മെഡൽ ലഭിച്ചു. മീരാബായ് ചാനുവിന് ഭാരോദ്വഹനത്തിന് വെള്ളി മെഡൽ ലഭിച്ചു. ഇനി അതേപോലെ തന്നെ രവികുമാർ ദാഹിയക്ക് ഗുസ്തിക്ക് വെള്ളി മെഡൽ ലഭിച്ചു. ഗുസ്തിക്ക് വെള്ളി മെഡൽ ലഭിച്ചത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഗുസ്തിക്ക് വെള്ളി മെഡൽ ലഭിച്ചത് രവികുമാർ ദാഹിയ. ഓക്കെ, ഇനി അതേപോലെ ബാഡ്മിന്റണിന് വെങ്കല മെഡൽ ലഭിച്ചത് PV സിന്ധുവിനാണ്. വനിതകളിലെ PV സിന്ധുവിനാണ് വെങ്കല മെഡൽ ലഭിച്ചത്. ബാഡ്മിന്റണ് ബ്രോൺസ്, വെങ്കല മെഡൽ. ഓക്കെ, അതേപോലെ മറ്റൊരു വെങ്കല മെഡൽ ലഭിച്ചതാണ് ബജ്രംഗ് പൂനിയക്ക് ഗുസ്തിക്കാണ് വെങ്കല മെഡൽ ലഭിച്ചത്. ബജ്രംഗ് പൂനിയ. ഓക്കെ, അടുത്ത വെങ്കല മെഡൽ ലഭിച്ചത് ലവ്ലീന ബോർഗോഹെയ്ൻ ആണ്. മറ്റൊരു വെങ്കല മെഡൽ ലഭിച്ചത്. ഐറ്റം ഏത് ഇനത്തിനാണെന്ന് ചോദിച്ചാൽ ബോക്സിങ്ങിനാണ് വെങ്കല മെഡൽ ലഭിച്ചത്. ഇനി അവസാനമായിട്ട് വെങ്കല മെഡൽ ലഭിച്ചത് പുരുഷ ഹോക്കി ടീമിനാണ് വെങ്കല മെഡൽ ലഭിച്ചത്. അങ്ങനെ മൊത്തത്തിൽ 7 മെഡലുകള്, 4 വെങ്കലവും 2 സിൽവറും 1 ഗോൾഡും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ഒളിമ്പിക്സ് നടന്ന എവിടെയെന്ന് ചോദിച്ചാൽ പാരീസ് ഒളിമ്പിക്സ് ആണ്. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്, ഫ്രാൻസിലാണ്. അതേപോലെ 2028 ഇനി നടക്കാവുന്ന ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആണ്, അത് അമേരിക്കയിലാണ്. 2032 ഒളിമ്പിക്സ് എവിടെയെന്ന് ചോദിച്ചാൽ ബ്രിസ്ബെയിൻ ഒളിമ്പിക്സ് ആണ്, അത് ഓസ്ട്രേലിയയിലാണ്. 2032 ഓസ്ട്രേലിയയിലാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2024 ഒളിമ്പിക്സിനെ കുറിച്ചാണ്. അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഇപ്പോൾ ഈ 2024 ഓഗസ്റ്റിൽ അവസാനിച്ച ഒളിമ്പിക്സ് ആണ്. അതിനെക്കുറിച്ച് ഇനിയുള്ള എക്സാമിന് PSC എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തറവായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.